ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. എല്ലാവർക്കും സ്മാർട്ട് സ്റ്റേ അക്കാദമിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് റഫീഖ് എന്നാണ്. നമ്മൾ പഠിക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് SCERT പാഠപുസ്തകമാണ്. അതിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ രണ്ട് ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഒന്നാം ലോക മഹായുദ്ധത്തെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. അതിന്റെ അനന്തര ഫലങ്ങളെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. അതിനുശേഷം നമ്മൾ യൂറോപ്പിൽ ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായി എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. ഈ ഒന്നാം ലോക മഹായുദ്ധത്തിൽ തോറ്റ ജർമ്മനി, ഇറ്റലി തുടങ്ങിയ സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിൽ കടുത്ത ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും ഒക്കെ രൂക്ഷമായിട്ട് ഉണ്ടായി. അപ്പോൾ നിലവിൽ അവിടെ ഇരിക്കുന്ന ഭരണകൂടങ്ങൾക്കെതിരായിട്ട് ചില തീവ്ര പ്രത്യയശാസ്ത്രങ്ങൾ ഉദയം ചെയ്തു. അങ്ങനെ ജർമ്മനിയിൽ നാസിസവും ഇറ്റലിയിൽ ഫാസിസവും ഉണ്ടായി എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് പഠിച്ചത്. ഇതെങ്ങനെയാണ് രണ്ടാം ലോക മഹായുദ്ധത്തിലേക്ക് എത്തിച്ചേർന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. അപ്പോ രണ്ടാം ലോക മഹായുദ്ധം എന്നുള്ളത് നടന്ന കാലഘട്ടം ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 1939 മുതൽ 1945 വരെയാണ് ഇന്ന് നടന്നത് രണ്ടാം ലോക മഹായുദ്ധം നടന്നത്. അപ്പോ എന്താണ് പെട്ടെന്ന് ഒരു രണ്ടാം ലോക മഹായുദ്ധം ഉണ്ടാകാനുള്ള കാരണം എന്ന് പറയുന്നത്? അതിൽ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു, ജർമ്മനി, ഇറ്റലി മുതലായ രാജ്യങ്ങൾ അവര് പയ്യെ അവിടെ നാസിസം ഫാസിസം പോലെയുള്ള പ്രത്യയശാസ്ത്രങ്ങൾ ചെയ്യാൻ തുടങ്ങി, വളരുവാനായിട്ട് തുടങ്ങി. ഈ വളർച്ച അപ്പൊ നമ്മൾ പറഞ്ഞു വേഴ്സായി സന്ധി പ്രകാരം ജർമ്മനിയിൽ 1,00,000 സൈനികർ മാത്രമേ പാടുള്ളൂ എന്ന് പറയുന്ന സമയത്ത് ജർമ്മനിയിൽ ഹിറ്റ്ലർ ഉണ്ടാക്കിയ സൈന്യത്തിന്റെ എണ്ണം എന്ന് പറയുന്നത് ഏകദേശം 8,00,000 മുകളിലാണ്. അപ്പോ ഈ വേഴ്സായി ഉടമ്പടികളൊക്കെ ചെയ്യാൻ തുടങ്ങി. ജർമ്മനി പയ്യെ തെറ്റിക്കുവാനായിട്ട് തുടങ്ങി. ഇങ്ങനെ തെറ്റിക്കുവാനായിട്ട് തുടങ്ങിയപ്പോൾ പാശ്ചാത്യ നാടുകളുടെ ഭാഗത്ത് നിന്ന് യാതൊരുവിധ എതിർപ്പുകളും അവിടെ ഉണ്ടായില്ല. കാരണം ഇവർ ജർമ്മനിയോട് ഒരു പ്രീണന നയമാണ് സ്വീകരിച്ചിരുന്നത്. പോളിസി ഓഫ് അപ്പീസ്മെന്റ് എന്ന് പറയും. പ്രീണന നയമാണ് ജർമ്മനിയോട് ഈ പറയുന്ന പാശ്ചാത്യ ലോകം സ്വീകരിച്ചിരുന്നത്. അതിന് കാരണം ഇവരുടെ പൊതുശത്രുവായിട്ട് കണ്ടിരുന്നത് ആരെയായിരുന്നു? USSR എന്ന് പറയുന്ന സോഷ്യലിസ്റ്റ് സോവിയറ്റ് റിപ്പബ്ലിക്കിനെയാണ് ഇതായിട്ട് കണ്ടിരുന്നത്. ഈ പറയുന്ന ഇവരുടെ പൊതുശത്രുവായിട്ട് യൂറോപ്യൻ രാജ്യങ്ങളും ഈ പറയുന്ന അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളും കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ ജർമ്മനി എന്ന് പറയുന്ന രാജ്യത്തിന്റെ അതിക്രമങ്ങൾക്കെതിരെയോ അല്ലെങ്കിൽ അവരുടെ കടന്നുകയറ്റങ്ങൾക്കെതിരെയോ അല്ലെങ്കിൽ അവർ വേഴ്സായി ഉടമ്പടി ലംഘിക്കുന്നതിനെതിരെയോ ഒന്നും ചെയ്തില്ല, യാതൊരുവിധ പ്രതികരണങ്ങളും ഉണ്ടായില്ല. ഇങ്ങനെ ഈ പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ സ്വീകരിച്ച ഇറ്റലിയോടും ജർമ്മനിയോടും സ്വീകരിച്ച നയം അറിയപ്പെടുന്ന പേരാണ് എന്തെന്ന് പറയുന്നത് പോളിസി ഓഫ് അപ്പീസ്മെന്റ് എന്ന് പറയുന്നത്. പോളിസി ഓഫ് അപ്പീസ്മെന്റ് എന്ന് പറയുന്നത്. ഇതിനെ തുടർന്നുകൊണ്ട് 1900 ഈ പോളിസി ഓഫ് അപ്പീസ്മെന്റിന് മികച്ച ഉദാഹരണമാണ് മ്യൂണിക് ഉടമ്പടി എന്നുള്ളത്. മ്യൂണിക് ഉടമ്പടി എന്നുള്ളത് 1938 എന്ത് നടക്കുന്നത്? ഈ മ്യൂണിക് ഉടമ്പടി നടക്കുന്നത്. അതായത് ഈ ജർമ്മനിയുടെ അടുത്തുള്ള ഒരു പ്രദേശമാണ് ചെക്ക് സ്ലോവാക്യ എന്ന് പറയുന്നത്. ഇവരുടെ സമ്പൽ സമൃദ്ധമായിട്ടുള്ള ഒരു പ്രദേശമാണ് എന്തെന്ന് പറയുന്നത് സുഡറ്റൻ ലാൻഡ് എന്ന് പറയുന്നത്. സുഡറ്റൻ ലാൻഡ് എന്ന് പറയുന്നത്. ഈ പ്രദേശത്തിൽ ആര് അവകാശം ഉന്നയിച്ചു? ജർമ്മനി അവകാശം ഉന്നയിച്ചു. പക്ഷേ അപ്പോ നമ്മൾ വിചാരിക്കുന്നത് ബ്രിട്ടൻ ആയാലും മറ്റു അമേരിക്ക ആണെങ്കിലും ഫ്രാൻസ് ആണെങ്കിലും ഇതിനെ എതിർക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ അവിടെ ഉണ്ടായത്? ഈ പ്രശ്നം പരിഹരിക്കുന്നതിനായിട്ട് ഒരു ബ്രിട്ടനും ഫ്രാൻസും ഇറ്റലിയും ജർമ്മനിയും തുടങ്ങിയ രാഷ്ട്രങ്ങൾ അവരുടെ പ്രതിനിധികളെ ജർമ്മനിയിലെ മ്യൂണിക്കിലേക്ക് അയച്ചു. എന്നാൽ ചെക്കോസ്ലാവേക്കയ്ക്ക് എന്ത് ലഭിച്ചില്ല? ഇതിലേക്ക് ക്ഷണം ലഭിച്ചില്ല. ഈ സമ്മേളനത്തിൽ വെച്ച് ഈ പറയുന്ന UK ആണെങ്കിലും ഫ്രാൻസ് ആണെങ്കിലും ഇറ്റലി ആണെങ്കിലും ഈ പറയുന്ന സുഡറ്റൻ ലാൻഡ് എന്ന് പറയുന്ന സമ്പൽ സമൃദ്ധമായിട്ടുള്ള ചെക്കോസ്ലോവാക്യയുടെ കയ്യിലിരിക്കുന്ന പ്രദേശം ജർമ്മനിക്ക് വിട്ടുകൊടുക്കുവാനായിട്ട് സമ്മതിച്ചു. ഈ ഉടമ്പടിയാണ് എന്തെന്ന് പറയുന്നത് 1938 മ്യൂണിക് ഉടമ്പടി എന്ന് പറയുന്നത്. എല്ലാവരും പ്രതീക്ഷിച്ചത് UK ഒക്കെ ഇതിനെ എതിർക്കുമെന്നാണ്. പക്ഷെ ഇവർ പ്രധാന ശത്രുവായിട്ട് സോഷ്യലിസ്റ്റ് രാജ്യങ്ങളായിട്ടുള്ള സോവിയറ്റ് യൂണിയനെ കണ്ടതുകൊണ്ട് ഇവർ ഒരു പ്രീണന നയം
ഈ പറയുന്ന ജർമ്മനിക്ക് വേണ്ടിയിട്ട് സ്വീകരിച്ചു. അപ്പോ ലോക ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ചതി എന്നാണ് എന്ത് ചെയ്തത് ഈ മ്യൂണിക് ഉടമ്പടി അറിയപ്പെടുന്നത്. കാരണം ഹിറ്റ്ലർ എന്താണ്, ഹിറ്റ്ലറിനോട് ഇത് അവകാശം നിങ്ങൾക്ക് വിട്ടുതരാം, നിങ്ങൾ ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് എന്ത് നടക്കുന്നത്, ഇവര് പോരുന്നത്. പക്ഷെ ഹിറ്റ്ലർ ആരാണ്? ഹിറ്റ്ലറുടെ ഐഡിയ എന്ന് പറയുന്നത് ഈ ലോകം മുഴുവൻ അദ്ദേഹത്തിന്റെ കാൽക്കീഴിൽ കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു, പ്രത്യേകിച്ച് യൂറോപ്പ്. ഹിറ്റ്ലർ പക്ഷേ ഈ പറയുന്ന ഈ സുഡറ്റൻലാൻഡ് കിട്ടിയത് കൊണ്ട് മാത്രം ഹിറ്റ്ലർ എന്ത് ചെയ്തില്ല, അദ്ദേഹം വെറുതെ ഇരുന്നില്ല. അദ്ദേഹം മറിച്ച് എന്ത് ചെയ്തു, അദ്ദേഹം 1939 സെപ്റ്റംബർ 1 തീയതി എന്ത് ചെയ്തു, ജർമ്മനി പോളണ്ട്, അതായത് പോളിഷ് ഇടനാഴി എന്ത് ചെയ്തു, ആക്രമിച്ചു. ഈ ആക്രമണത്തെ തുടർന്നുകൊണ്ട് ഈ പറയുന്ന സഖ്യകക്ഷികൾ എന്ന് പറയുന്ന ആളുകൾ എന്ത് ചെയ്തു, ഈ പറയുന്ന ജർമ്മനിക്കെതിരായിട്ട് യുദ്ധം പ്രഖ്യാപിച്ചു. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഔദ്യോഗികമായിട്ട് രണ്ടാം ലോക മഹായുദ്ധം തുടങ്ങുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു, ഒരു വശത്ത് എന്താണ്, ഇറ്റലി ഒരു ശക്തിയായിട്ട് വളരുന്നു, ജർമ്മനി ഒരു ശക്തിയായിട്ട് വളരുന്നു. ഈ ഇറ്റലി ജർമ്മനി എന്ത് ചെയ്യുന്നു, യൂറോപ്പിൽ ശക്തിയായിട്ട് വളർന്നു. ഇതേ സമയം തന്നെ ഏഷ്യ ഭാഗങ്ങളിലാണെങ്കിൽ ജപ്പാൻ എന്ന് പറയുന്ന രാജ്യം, നമ്മൾ പറഞ്ഞു 1905 റഷ്യയും ജപ്പാനും തമ്മിൽ യുദ്ധം നടന്നു. അവിടെ റഷ്യ പരാജയപ്പെട്ടു, റൂസോ വാർ എന്ന് നമ്മൾ പറഞ്ഞു. ഈ പരാജയത്തോടു കൂടി എന്ത് ചെയ്തു, ഈ പറയുന്ന ജപ്പാൻകാർക്ക് വലിയൊരു കോൺഫിഡൻസ് കിട്ടി. കാരണം എന്താണ്, ഞങ്ങൾ ഒരു ചെറിയ രാജ്യമായിരുന്നിട്ട് പോലും റഷ്യയെ പോലെ ഒരു വലിയ രാജ്യത്തെ ഞങ്ങൾ തോൽപ്പിച്ചു. അപ്പോ ഈ പറയുന്ന ജപ്പാൻ എന്ന് പറയുന്ന രാജ്യത്തിന് സ്വന്തമായിട്ട് റിസോഴ്സുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പൊ എന്ത് ചെയ്യാൻ തുടങ്ങി, ഇവര് ഈ പസഫിക് മേഖലയിലുള്ള രാജ്യങ്ങൾ എന്ത് ചെയ്യാൻ തുടങ്ങി, പയ്യെ പയ്യെ കീഴടക്കുവാനും അവരുടെ റിസോഴ്സുകൾ എന്ത് ചെയ്യാൻ തുടങ്ങി, എടുക്കുന്നതിനുമായിട്ട് തുടങ്ങി. അപ്പൊ ഇതാണ് ലോകത്തിന്റെ രണ്ട് വശങ്ങളിലായിട്ട് അന്ന് നടന്നുകൊണ്ടിരിക്കുന്ന സംവിധാനം. ഒരു സ്ഥലത്ത് ജർമ്മനി എന്ത് ചെയ്യുന്നു, ആക്രമണം ആരംഭിക്കുന്നു, അതോടുകൂടി എന്ത് ചെയ്യുന്നു, അവിടെ ലോകമഹായുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നു. ഇവിടെയാണെങ്കിൽ എന്താണ്, ജപ്പാൻ ഏഷ്യ പസഫിക് മേഖലകളിൽ ജപ്പാനും അവരുടേതായിട്ട് എന്താണ് ഓരോ സ്ഥലങ്ങൾ ആക്രമിക്കുന്നു, അവരുടെ കീഴിലാക്കുന്നു. ജപ്പാൻ ആർമി ആണെങ്കിൽ രണ്ടാം ലോക മഹായുദ്ധത്തിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും ഭീകരമായിട്ടുള്ള ക്രൂരതകൾ കാണിച്ചിട്ടുള്ള ഒരു ആർമി തന്നെയാണ് ജപ്പാനീസ് ആർമി. നമ്മൾ ഹിറ്റ്ലറുടെ ആളുകളെ അല്ലെങ്കിൽ ഹിറ്റ്ലർ എന്ന ജൂതന്മാരെ കുറിച്ചും ഹിറ്റ്ലറുടെ ആർമിയെ കുറിച്ചും ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ വേണ്ട രീതിയിൽ എന്ത് ചെയ്തിട്ടില്ല, ജപ്പാനീസ് ആർമി ഒന്നും നടത്തിയ എന്താണ് ക്രൂരമായിട്ടുള്ള നരനായാട്ടുകളെ കുറിച്ചൊന്നും നമ്മൾ എങ്ങും തന്നെ എന്ത് ചെയ്യുന്നില്ല, പഠിക്കുന്നില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പക്ഷെ ജപ്പാനീസ് ആർമി അന്ന് ഏഷ്യയിൽ കാണിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഭീകരമായിട്ടുള്ള അതിക്രമങ്ങളാണ് ജപ്പാനീസ് ആർമി. ചൈനയിലൊക്കെ എന്താണ് ജനങ്ങളെ, സാധാരണക്കാരായിട്ടുള്ള സിവിലിയൻസിനെ, പട്ടാളക്കാരെ മാത്രമല്ല സാധാരണക്കാരായിട്ടുള്ള സിവിലിയൻസിനെ വെടിവെച്ച് കൊല്ലുക, സ്ത്രീകളെ റേപ്പ് ചെയ്യുക, അങ്ങനെയുള്ള ഭീകരമായിട്ടുള്ള മർദ്ദന മുറകളൊക്കെ ആയിട്ടാണ് ജപ്പാനീസ് ആർമി എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന പസഫിക് മേഖലകളിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രണ്ടാം ലോക മഹായുദ്ധം എന്ന് പറയുന്നത് എന്ത് ചെയ്തു, ആരംഭിച്ചു. എന്തോടുകൂടിയാണ് 1939 സെപ്റ്റംബർ 1 എന്ത് ചെയ്യുന്നു, ജർമ്മനി പോളണ്ട് ആക്രമിക്കുന്നു. ഇതിനെ തുടർന്നുകൊണ്ട് എന്ത് ചെയ്യുന്നു, സഖ്യകക്ഷികൾ യുദ്ധം പ്രഖ്യാപിക്കുന്നു. അച്ചുതണ്ട് ശക്തികൾ എന്ന് പറയുന്നത് ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, ഇനി 3 രാജ്യങ്ങളാണ്. പിന്നീട് അതിന്റെ പുറകിൽ എന്താണ് ചെറിയ കൊച്ചു കൊച്ചു രാജ്യങ്ങളൊക്കെ വന്ന് ചേരുന്നുണ്ട്. സഖ്യശക്തികൾ എന്ന് പറയുന്നത് ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ചൈന, പിന്നീട് അമേരിക്ക അതിന്റെ ഭാഗമായിട്ട് വരുന്നു. USSR ഈ പറയുന്ന സഖ്യശക്തികളുടെയൊക്കെ ഭാഗമായിട്ട് വരികയാണ് പിന്നീട് എന്ത് ചെയ്യുന്നത്, ചരിത്രത്തിൽ ഉണ്ടാകുന്നത്. അപ്പൊ നിങ്ങൾ നോക്കുക, ജർമ്മനി യുദ്ധം ആരംഭിക്കുകയാണ്. നിങ്ങൾക്ക് മാപ്പ് കാണാൻ കഴിയും എന്ന് മനസ്സിലാവുന്നു. ജർമ്മനി യുദ്ധം ആരംഭിക്കുന്നു. ജർമ്മനി യുദ്ധം ആരംഭിക്കുമ്പോൾ ജർമ്മനിയുടെ ഐഡിയ എന്ന് പറയുന്നത് ആദ്യം ഫ്രാൻസ് പിടിച്ചെടുക്കുക, അതിനുശേഷം എന്ത് ചെയ്യുക, നേരെ യുണൈറ്റഡ് കിങ്ഡം അഥവാ ബ്രിട്ടനെ കീഴ്പ്പെടുത്തുക, അതിനുശേഷം എന്ത് ചെയ്യുക, അതിനുശേഷം USSR എന്ന് പറയുന്ന റഷ്യ, ഇപ്പോൾ റഷ്യ എന്ന് പറയുന്ന രാജ്യത്തെ എന്ത് ചെയ്യുക, ആ ഭൂവിഭാഗങ്ങളെ എന്ത് ചെയ്യുക, കീഴ്പ്പെടുത്തുക എന്നുള്ളതായിരുന്നു ഹിറ്റ്ലറുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോ ഹിറ്റ്ലർ ആദ്യം എന്താണ് ചെയ്തത് എന്ന് പറഞ്ഞാൽ 1939 തന്നെ USSRന്റെ എന്താണ് തലവനായിട്ടുള്ള സ്റ്റാലിനുമായിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നു, ഒരു അനാക്രമണ സന്ധിയിൽ എന്ത് ചെയ്യുന്നു, ഒപ്പുവെക്കുന്നു. അതായത് നോൺ അഗ്രഷൻ പാക്ട് എന്ന് പറയുന്നതാണ് അനാക്രമണ സന്ധിയിൽ എന്ത് ചെയ്യുന്നു, ജോസഫ് സ്റ്റാലിനും ഹിറ്റ്ലറും തമ്മിൽ ഒപ്പുവെക്കുന്നു. കാര്യം ഇത്രയേ ഉള്ളൂ. അതായത് 1939 സോവിയറ്റ് യൂണിയനും ജർമ്മനിയും എന്ത് ചെയ്യുന്നു, ഒരു അനാക്രമണ സന്ധി ഒപ്പുവെക്കുന്നു. ഈ സന്ധി പ്രകാരം എന്താണ്, പരസ്പരം ആക്രമിക്കുകയില്ലെന്നും എന്താണ്, പോളണ്ടിനെ എന്ത് ചെയ്യാം, പരസ്പരം പങ്കുവെക്കാമെന്നും എന്ത് ചെയ്യുന്നു, ഇവർ വ്യവസ്ഥ ചെയ്യുന്നു. അപ്പൊ എന്ത് ചെയ്യുന്നു, അപ്പോ ഈ പറയുന്ന USSRന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല.
എന്താണ് ഹിറ്റ്ലറുമായിട്ട് അനാക്രമണ സന്ധിയുണ്ട്. അതുകൊണ്ട് ഹിറ്റ്ലറെ ആക്രമിക്കാൻ ആരും നിൽക്കുന്നില്ല, USSR നിൽക്കുന്നില്ല. ഹിറ്റ്ലറും ആരെ ആക്രമിക്കുന്നില്ല, USSRനെ ആക്രമിക്കുന്നില്ല. അതിനുശേഷം ഹിറ്റ്ലർ ചെയ്തത് എന്താണെന്ന് പറഞ്ഞാൽ ഹിറ്റ്ലറിനെ ഫ്രാൻസ് കീഴടക്കണം. ഇതാണ് ഹിറ്റ്ലറിനെ ഫ്രാൻസ് കീഴടക്കണം. ഈ ഫ്രാൻസ് കീഴടക്കുന്നതിന് മുമ്പായിട്ട് അപ്പോ നമ്മൾ പറഞ്ഞു യുദ്ധമാണ്, യുദ്ധത്തിന് ഒരുപാട് റിസോഴ്സുകൾ വേണം. അന്ന് ഈ ജർമ്മനി എന്ന് പറയുന്ന രാജ്യം റിസോഴ്സിന് വേണ്ടിയിട്ട് ഏറ്റവും അധികം, അതായത് അയൺ ഓർ പോലെയുള്ള റിസോഴ്സുകൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും അധികം എന്ത് ചെയ്തിരുന്നത്, ആശ്രയിച്ചിരുന്ന രാജ്യമാണ് സ്വീഡൻ എന്ന് പറയുന്നത്. ഈ സ്വീഡനിൽ നിന്നാണ് ഷിപ്പ് മുഖേനയ്ക്ക് എന്ത് ചെയ്യുന്നത്, ജർമ്മനിയിലേക്ക് അയൺ ഓർ എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നത്, കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്തു, ഈ സഖ്യകക്ഷികൾ അതായത് ബ്രിട്ടനും ഫ്രാൻസും ഒക്കെ എന്ത് ചെയ്തു, ഈ വരുന്ന കപ്പലുകളെ ആക്രമിച്ച് മുക്കിക്കളയാം എന്നുള്ള തീരുമാനത്തിലെത്തി. പക്ഷെ ജർമ്മനി എന്ത് ചെയ്തു, ജർമ്മനി അവർക്ക് മുന്നിലൂടെ എന്താണ് ഒരു പടി കൂടി മുന്നോട്ട് പോയിക്കൊണ്ട് ജർമ്മനി എന്ത് ചെയ്തു, നേരിട്ട് തങ്ങളുടെ എയർഫോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് സ്വീഡൻ എന്ന് പറയുന്ന ഈ പ്രദേശത്ത് ഇവരെന്ത് ചെയ്തു, പൂർണ്ണമായിട്ടും കീഴടക്കി. സ്വീഡൻ പൂർണ്ണമായിട്ട് കീഴടങ്ങി കഴിഞ്ഞപ്പോൾ അവർക്ക് എന്ത് പറ്റി എന്ന് പറഞ്ഞാൽ ആവശ്യത്തിലധികം റിസോഴ്സുകൾ അവർക്ക് എന്ത് ചെയ്യാൻ തുടങ്ങി, വരുവാനായിട്ട് തുടങ്ങി. ആ റിസോഴ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് എന്താണ് ഇവര് ആയുധങ്ങളും മറ്റു സാധന സാമഗ്രികളും ഒക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി, ഈ കാലഘട്ടത്തിൽ തന്നെ നിർമ്മിക്കുന്നതിനായിട്ട് തുടങ്ങി. അതിനുശേഷം ഇദ്ദേഹം നേരിട്ട് ഫ്രാൻസ് ഒന്നാം ലോക മഹായുദ്ധത്തിൽ ജയിച്ച ടീമാണ് ഫ്രാൻസ് എന്ന് പറയുന്നത്. പക്ഷെ അവരുടെ സൈനിക ശക്തി എന്ന് പറയുന്നത് അറ്റാക്കിനേക്കാൾ കൂടുതൽ എന്തായിരുന്നു, ഡിഫൻസിലാണ് അവർ കേന്ദ്രീകരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ എന്തായിരുന്നു, ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെ എന്ത് ചെയ്തിരുന്നു, ഇവര് വളരെ ഒരു ഡിഫൻസ് മെക്കാനിസം എന്ത് ചെയ്തിരുന്നു, ഫ്രാൻസ് അവിടെ നടപ്പിലാക്കിയിരുന്നു. ഈ സമയം എന്താണ് ജർമ്മനി ചെയ്യുന്നത്, ജർമ്മനി നെതർലാൻഡ്, ബെൽജിയം മുതലായ സ്ഥലങ്ങൾ എന്ത് ചെയ്യുന്നു, ആക്രമിച്ച് കീഴടക്കിക്കൊണ്ട് ജർമ്മനി എന്ത് ചെയ്യുന്നു, ഫ്രാൻസിലേക്ക് ഒരു വഴിക്ക് വരുന്നു. അതിനുശേഷം വീണ്ടും ജർമ്മനി എന്ത് ചെയ്യുന്നു, ഇവിടെ ഇങ്ങനെ ഒരു പ്രദേശമുണ്ട്, ഈ കാടും അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഉള്ള ഒരു പ്രദേശമാണ്. ഈ വഴി ജർമ്മൻ ആക്രമണം ഫ്രാൻസുകാർ എന്ത് ചെയ്തിരുന്നില്ല, പ്രതീക്ഷിച്ചിരുന്നില്ല. എന്നാൽ എന്ത് ചെയ്യുന്നു, ഈ ജർമ്മനിയുടെ മറ്റൊരു ആർമി എന്ത് ചെയ്തിരുന്നു, ഈ കാടിലൂടെ ഫ്രാൻസ് ലക്ഷ്യമാക്കിയിട്ട് നീങ്ങി. ഇതേ സമയം തന്നെ ഇറ്റലി എന്ത് ചെയ്തിരുന്നു, ഇറ്റലി പുറകിൽ നിന്ന് ഫ്രാൻസിനെ എന്ത് ചെയ്യാൻ തുടങ്ങി, ആക്രമിച്ച് കീഴ്പ്പെടുത്തുവാനായിട്ട് തുടങ്ങി. അങ്ങനെ ഈ ഫ്രാൻസ് എന്ന് പറയുന്നത് എന്ത് ചെയ്തു, പൂർണ്ണമായിട്ടും ഈ പറയുന്ന അച്ചുതണ്ട് ശക്തികളുടെ അധികാരത്തിന്റെ കീഴിലായിട്ട് മാറുകയാണ് എന്ത് ചെയ്യുന്നത്, ഉണ്ടാവുന്നത്. അപ്പോ ഒന്നാം ലോക മഹായുദ്ധത്തിൽ നടക്കാത്ത ഒരു കാര്യം എന്ത് ചെയ്യുന്നു, ജർമ്മനി അവിടെ എന്ത് ചെയ്യുന്നു. അതായത് ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഫ്രാൻസിനെ കീഴടക്കാൻ പറ്റിയില്ല. രണ്ടാം ലോക മഹായുദ്ധത്തിൽ എന്ത് ചെയ്യുന്നു, ജർമ്മനി ഫ്രാൻസിനെ പൂർണ്ണമായിട്ട് എന്ത് ചെയ്യുന്നു, കീഴടക്കുന്നു. അതിനുശേഷം ഇറ്റലിക്കാരും ഫ്രാൻസുകാരും എന്ത് ചെയ്യുന്നു, ഈ സ്ഥലം പങ്കിട്ടെടുക്കുന്നു. അതിനുശേഷം ഇറ്റലി എന്ന് പറയുന്ന, ഇറ്റലിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇറ്റലി നമ്മൾ പറഞ്ഞു ആരാണ്, മുസോളിനി ലക്ഷ്യം കണ്ടിരുന്നത് എന്ന് പറയുന്നത് പ്രാചീന റോമാ സാമ്രാജ്യം കെട്ടിപ്പടുത്താനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ മെഡിറ്ററേനിയൻ കടലിന്റെ ഇവിടെയുള്ള ഈ ഭൂപ്രദേശങ്ങളെയൊക്കെ എന്ത് ചെയ്യുക, തങ്ങളുടെ അധികാരത്തിൽ കീഴിലാക്കുക എന്നുള്ളതായിരുന്നു ആരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്, ഈ പറയുന്ന മുസോളിനിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. മുസോളിനി ഫ്രാൻസ് ആക്രമിച്ചു കഴിഞ്ഞു, അദ്ദേഹത്തിന്റെ സൈന്യങ്ങളൊക്കെ അദ്ദേഹം എന്ത് ചെയ്തു, ഈ മെഡിറ്ററേനിയൻ മേഖലകൾ കീഴടക്കുന്നതിനായിട്ട് അയച്ചു. അപ്പോ അവിടെ എന്ത് ചെയ്യുന്നു, അവിടെ ഒരു യുദ്ധം നടക്കുന്നുണ്ട്. ഇവിടെ ഫ്രാൻസ് എന്ത് ചെയ്തു, പൂർണ്ണമായിട്ട് കീഴടക്കും. ഈ സമയത്താണ് അടുത്തത് ഇംഗ്ലണ്ടിനെ കീഴടക്കുക എന്നുള്ള ലക്ഷ്യവുമായിട്ട് ആര് മുന്നോട്ട് പോകുന്നത്, ജർമ്മനി മുന്നോട്ട് പോകുന്നു. അപ്പൊ കടൽ മാർഗം ചെന്നുകൊണ്ട് ഈ പറയുന്ന ജർമ്മനിയെ ജർമ്മനിയല്ല ഇംഗ്ലണ്ടിനെ അല്ലെങ്കിൽ UK കീഴടക്കാം എന്നുള്ളത് എന്താണ്, വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം എന്താണ്, ലോകത്തിൽ അന്ന് ഏറ്റവും വലിയ ശക്തമായിട്ടുള്ള നേവി ഉണ്ടായിരുന്ന രാജ്യമാണ് എന്തെന്ന് പറയുന്നത്, UK എന്ന് പറയുന്നത്, യുണൈറ്റഡ് കിങ്ഡം എന്ന് പറയുന്നത്. അപ്പോ ഇവരെന്താണ് ചെയ്തതെന്ന് വെച്ചാൽ കടൽ മാർഗമല്ല ആക്രമിച്ചത്, ഓപ്പറേഷൻ സീ ലയൺ എന്നാണ് ആ ഓപ്പറേഷൻ തന്നെ അറിയപ്പെടുന്നത്. അതായത് യുണൈറ്റഡ് കിങ്ഡത്തെ കീഴടക്കുവാനായിട്ട് ജർമ്മനി നടത്തിയ എന്താണ് വിമാന ആക്രമണങ്ങൾ അറിയപ്പെടുന്നത് എന്തെന്ന പേരിലാണ്, ഓപ്പറേഷൻ സീ ലയൺ എന്നുള്ള പേരിലാണ്. കടലിലെ സിംഹത്തെ തോൽപ്പിക്കുവാൻ വേണ്ടി നടന്ന ഓപ്പറേഷൻ എന്നുള്ളതാണ്. അപ്പോ ഇവരെന്ത് ചെയ്തു, ജർമ്മനി തങ്ങളുടെ എയർഫോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്തു, ഈ പറയുന്ന ഈ ഇംഗ്ലണ്ടിനെ എന്ത് ചെയ്യാൻ തുടങ്ങി, ആക്രമിക്കാൻ തുടങ്ങി. പക്ഷേ ഇംഗ്ലണ്ട് അതിനെന്ത് ചെയ്തു, ഇംഗ്ലണ്ടിന്റെ എയർഫോഴ്സ് അതിനെ വളരെ ശക്തമായ രീതിയിൽ എന്ത് ചെയ്തു, പ്രതിരോധിച്ചു. കാരണം ഈ ജർമ്മനിയുടെ വിമാനങ്ങൾ വരുന്നു,
തലങ്ങും വിലങ്ങും ജനവാസ മേഖലയിൽ ഉൾപ്പെടെ ബോംബിട്ട് പോകുന്നു. ഈ ഒരു സിസ്റ്റമാണ് ജർമ്മനി ചെയ്യുന്നത്. അപ്പോ എന്ത് ചെയ്യുന്നു, ജർമ്മനിയുടെ വിമാനങ്ങൾ വരുന്നു. ഇതിനെതിരായിട്ട് എന്ത് ചെയ്യുന്നു, ബ്രിട്ടൻ അവരുടെ എയർഫോഴ്സിനെ ഉപയോഗിച്ചുകൊണ്ട് പ്രതിരോധം തീർക്കുന്നു. ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, രണ്ട് വിമാനങ്ങൾ തമ്മിൽ ഒരു ഏറ്റുമുട്ടൽ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും രണ്ട് വിമാനങ്ങളും എന്ത് ചെയ്യും, തകർന്നു പോകാനുള്ള സാധ്യതകളുണ്ട്. ഈ സമയത്ത് എന്ത് ചെയ്യും, ഈ പറയുന്ന വിമാനം പറത്തുന്ന പൈലറ്റുമാർ എന്ത് ചെയ്യും, ഇജക്ട് ചെയ്തുകൊണ്ട് വിമാനത്തിൽ നിന്ന് രക്ഷപ്പെടുകയാണ് ചെയ്യാറ്. ഇവിടെ ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഇവിടെ എന്താണ്, ബ്രിട്ടൻ എന്ന് പറയുന്ന രാജ്യത്തിന് എന്തുണ്ട്, അവരുടെ ഹോംലാൻഡിലാണ് ഇവർ വിമാനം തകർന്ന് എന്ത് ചെയ്യുന്നത്, ലാൻഡ് ചെയ്യുന്നത്. അപ്പൊ എന്ത് ചെയ്യാം, ഇവർക്ക് അവിടെ നിന്ന് പോയി അടുത്ത വിമാനവുമായിട്ട് യുദ്ധത്തിന് പോകാം. പക്ഷേ ജർമ്മനിക്കാരെ സംബന്ധിച്ച് അവരുടെ പ്രശ്നം എന്ന് പറയുന്നത്, ഇവർ വിമാനത്തിൽ നിന്ന് ഇജക്ട് ചെയ്ത് രക്ഷപ്പെടും. പക്ഷെ ഇവർ ചെന്ന് വീഴുന്നത് എവിടെയാണ്, ഇവർ ചെന്ന് വീഴുന്നത് ഈ ബ്രിട്ടന്റെ മണ്ണിലാണ്. സ്വാഭാവികമായിട്ടും ഇവരെ യുദ്ധ തടവുകാരായിട്ട് അറസ്റ്റ് ചെയ്യും. ഇങ്ങനെ ഒരു ഹോംലാൻഡ് എന്ന് പറയുന്ന ഒരു പ്രത്യേകത, അല്ലെങ്കിൽ എന്താണ്, അത് ഒരു അഡ്വാൻറ്റേജ് ആയിരുന്നു ആർക്കെന്ന് പറയുന്നത്, യുണൈറ്റഡ് കിങ്ഡം അല്ലെങ്കിൽ ബ്രിട്ടൻ എന്ന് പറയുന്നത്. അപ്പോ ജർമ്മനിക്ക് മനസ്സിലായി ഇങ്ങനെ ഒരു ആക്രമണം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ പറയുന്ന ബ്രിട്ടനെ കീഴടക്കാൻ പറ്റില്ല. കാരണം ജനങ്ങളുടെ ആത്മവീര്യമൊക്കെ ചോർന്നു പോകുമെന്ന് കരുതിയാണ് ഇവർ ആക്രമിക്കുന്നത്. പക്ഷെ എന്ത് ചെയ്യുന്നു, അന്നത്തെ വിൻസ്റ്റൺ ചർച്ചിൽ എന്ന് പറയുന്ന ബ്രിട്ടീഷ് പ്രധാനമന്ത്രി അന്ന് ജനങ്ങൾ എന്ത് ചെയ്യുന്നു, ആവേശ ഉജ്ജ്വലരാക്കിക്കൊണ്ട് പ്രസംഗമൊക്കെ നടത്തുന്നുണ്ട്. ആ സമയത്ത് വളരെ പ്രശസ്തമാണ് ആ സ്പീച്ചൊക്കെ. അപ്പൊ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന ആക്രമണം പയ്യെ ജർമ്മനി എന്ത് ചെയ്യുന്നു, നിർത്തുന്നു. അപ്പോ ഈ സമയത്ത് ഈ പറയുന്ന അമേരിക്ക എന്ന് പറയുന്ന രാജ്യം എവിടെയില്ല, യുദ്ധത്തിലില്ല. പക്ഷേ ഈ യുണൈറ്റഡ് കിങ്ഡം അഥവാ ബ്രിട്ടൻ ആവശ്യമായിട്ടുള്ള എല്ലാ സാധന സാമഗ്രികളും നൽകുന്നത് ആരാണ്, ഈ പറയുന്ന അമേരിക്ക എന്ന് പറയുന്ന രാഷ്ട്രമാണ്. അപ്പോ ജർമ്മനി എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ, അവരുടെ യു ബോട്ടുകൾ എന്ന് പറയുന്ന ബോട്ട്, അതായത് ചെറിയ അന്തർവാഹിനികളാണ് ഈ പറയുന്ന യു ബോട്ടുകൾ എന്ന് പറയുന്നത്. ഈ യു ബോട്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ അമേരിക്കയിൽ നിന്ന് വരുന്ന എന്താണ് പടക്കോപ്പുകളും ഭക്ഷണവും ആയുധങ്ങളും അടങ്ങുന്ന കപ്പലുകളെ ആക്രമിക്കുവാനായിട്ട് തീരുമാനിക്കുന്നു. എന്നാൽ ഇവർ ഈ തീരുമാനം എടുക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ എന്താണ്, ഈ തീരുമാനം കൈമാറ്റം ചെയ്യപ്പെടുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യുന്നു, ബ്രിട്ടനും അമേരിക്കയും ചേർന്നുകൊണ്ട് ഇവരുടെ എന്ത് ചെയ്യുന്നു, കോഡുകൾ എന്ത് ചെയ്യുന്നു, അവരെന്ത് ചെയ്യുന്നു, അനലൈസ് ചെയ്ത് മനസ്സിലാക്കുകയും ഇവരുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന ആക്രമണങ്ങൾ എന്ത് ചെയ്യുന്നു, അവർ വളരെ വിജയകരമായിട്ട് തടയുകയും ചെയ്യുന്നു. അപ്പോ ഹിറ്റ്ലർ അവിടെയും എന്ത് ചെയ്യുന്നില്ല, ബ്രിട്ടനെതിരായിട്ടുള്ള ഹിറ്റ്ലറുടെ പദ്ധതികളൊന്നും തന്നെ നടക്കുന്നില്ല. അതായത് നിങ്ങൾ ഈ അലൻ ടൂറിംഗ് എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് കേട്ടോ, അലൻ ടൂറിംഗ് കമ്പ്യൂട്ടർ പഠിക്കുമ്പോൾ നിങ്ങൾ കേൾക്കുന്ന ഒരു പേരാണ് അലൻ ടൂറിംഗ് എന്ന് പറയുന്ന ഗണിത ശാസ്ത്രജ്ഞന്റെ പേര്. ആരെങ്കിലും ഒക്കെ കേട്ടിട്ടുണ്ടാവും. ഓക്കെ, ഈ അലൻ ടൂറിംഗ് ഒക്കെയാണ് ആ കാലഘട്ടത്തെ ബ്രിട്ടന് വേണ്ടിയിട്ട് ഇവരുടെ സൈഫറുകളൊക്കെ എന്ത് ചെയ്യുന്നതാ, ഡീകോഡ് ചെയ്തെടുക്കുന്നത്. ഈ പറയുന്ന അലൻ ടൂറിങ്ങും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളൊക്കെ കൂടി ചേർന്നുകൊണ്ടാണ് ജർമ്മനിയുടെ ഭാഗത്ത് നിന്ന് കിട്ടുന്ന മെസ്സേജുകൾ എന്ത് ചെയ്യുന്നത്, സൈഫറുകളൊക്കെ ഡീകോഡ് ചെയ്തെടുക്കുന്നത്. ഒരുപാട് ആ ഡീകോഡ് ചെയ്തെടുത്തത് കൊണ്ട് ബ്രിട്ടൻ എന്ത് ചെയ്യുന്നു, പല യുദ്ധ മേഖലകളിലും വലിയ വിജയം ജർമ്മനിക്ക് നേടുവാനൊക്കെ കാരണമായി മാറുന്നു. ഈ അലൻ ടൂറിംഗ് എന്ന വ്യക്തി ശരിക്കും ആ സമയത്ത് അദ്ദേഹം ഒരു നാഷണൽ ഹീറോ ആകേണ്ട വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ കൊണ്ടാണ് രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചതെന്ന് വേണമെങ്കിൽ തന്നെ പറയാൻ കഴിയും. പക്ഷേ അലൻ ടൂറിങ്ങിന് എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ, അദ്ദേഹം ഒരു ഹോമോസെക്ഷൽ ആയിരുന്നു, സ്വവർഗ അനുരാഗിയായിരുന്നു. ആ കാലഘട്ടത്ത് ബ്രിട്ടന്റെ നിയമങ്ങൾ എന്ന് പറയുന്നത് ഈ പറയുന്ന ഹോമോസെക്ഷൽസിന് എന്താണ് എതിരായിട്ടുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു, അദ്ദേഹം ഒരുപാട് മാനസിക സമ്മർദ്ദങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നേരിടേണ്ടി വരുന്നു. ഒടുവിൽ തന്റെ റൂമിൽ എന്താണ്, ഒരു ആപ്പിളിൽ സൈനൈഡ് കഴിച്ചുകൊണ്ട് മരിക്കുകയാണ്, ആത്മഹത്യ ചെയ്യുകയാണ് അലൻ ടൂറിംഗ് എന്ന് പറയുന്ന ആ ഇതിഹാസമായിട്ടുള്ള വ്യക്തി അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചെയ്യുന്നത്. ദ ഇമിറ്റേഷൻ ഗെയിം എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട്. അത് ഈ പറയുന്ന അലൻ ടൂറിംഗിന്റെ ഈ പറയുന്ന കഥകളാണ്. ഈ സൈഫർ ഡീകോഡ് ചെയ്യുന്നതിനായിട്ട് അവർ നടത്തുന്ന പ്രവർത്തനങ്ങളും അതൊക്കെയാണ് ഈ ഇന്റിമേഷൻ ഗെയിം എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട്. അപ്പോ അവിടെയും ജർമ്മനി എന്ത് ചെയ്യുന്നു, ജർമ്മനിയുടെ ലക്ഷ്യങ്ങൾ എന്ത് ചെയ്യുന്നു, അവിടെയും പരാജയം ഉണ്ടാവുന്നു. അപ്പോ ഇതേ സമയത്ത് നമ്മൾ പറഞ്ഞു എന്താണ്, ഇറ്റലി എന്ന് പറയുന്നത് ഈ പറയുന്ന ബാക്കിയുള്ള മേഖലകളിൽ ആക്രമണത്തിനായിട്ട് പോവുകയാണ്. ഇവരങ്ങനെ സൊമാലിയ പിടിച്ചടക്കുന്നു. പിന്നെ എന്ത് ചെയ്യുന്നു, ഇവരുടെ കണ്ണ് ഈജിപ്തിന്റെ മുകളിലേക്ക് വരുന്നു. ഈജിപ്ത് കീഴടക്കുവാനായിട്ട് ആര് ശ്രമിക്കുന്നു, ഈ പറയുന്ന ഇറ്റലി ശ്രമിക്കുന്നു. എന്നാൽ സഖ്യകക്ഷികളുടെ ഭാഗത്ത് നിന്ന് എന്താണ്, വലിയ ഒരു ചെറുത്തുനിൽപ്പാണ് ഈജിപ്ത് കീഴടക്കാൻ ശ്രമിക്കുമ്പോൾ ആർക്ക് നേരിടേണ്ടി വരുന്നത്, മുസോളിനിക്ക്
നേരിടേണ്ടി വരുന്നത്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ കണ്ണ് ഈ പറയുന്ന ഈജിപ്തിൽ നിന്ന് നേരെ ഈ ഗ്രീസ് എന്ന് പറയുന്ന കൊച്ചു രാജ്യത്തിന് മുകളിലേക്ക് തിരിയുന്നു. ഗ്രീസ് എന്ത് ചെയ്യുന്നു? ഗ്രീസും സഖ്യശക്തികളുടെ എന്താണ് സഹായത്തോടു കൂടി എന്ത് ചെയ്യുന്നു? ഇറ്റലിയെ പ്രതിരോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഇറ്റലി എന്താണ് ഒരു തോൽവിയിലേക്കൊക്കെ കാര്യങ്ങൾ എത്തുന്നു എന്ന് കാണുന്ന സമയത്ത് ഈ പറയുന്ന ജർമ്മനി എന്ത് ചെയ്യുന്നു? അവരുടെ സഹായത്തിനായിട്ട് വരുന്നു. ജർമ്മനി എന്ത് ചെയ്യുന്നു? ജർമ്മനി ഈ റൊമാനിയ, ബൾഗേറിയ മുതലായ സ്ഥലങ്ങളിലൂടെ സൈന്യത്തെ അയച്ചുകൊണ്ട് ഗ്രീസിനെ എന്ത് ചെയ്യുന്നു? ആക്രമിക്കുകയും ഗ്രീസിനെ എന്ത് ചെയ്യുന്നു? കീഴ്പ്പെടുത്തുകയും ചെയ്യുന്നു. ജർമ്മനി എന്ത് ചെയ്യുന്നു? വീണ്ടും കാരണം എന്താണ്? ഈ പറയുന്ന ജർമ്മനിയും ഇറ്റലിയും പിന്നെ എന്താണ് ജപ്പാനും തമ്മിൽ ഒരു അഗ്രിമെന്റ് ഉണ്ട്. 3 പാർട്ടി അഗ്രിമെന്റ് എന്നാണ് അതിനെ പറയുന്നത്. അതായത് ഇറ്റലി, ജർമ്മനി, ജപ്പാൻ ഈ പറയുന്ന ഏതെങ്കിലും രാജ്യത്ത് മറ്റേതെങ്കിലും രാജ്യങ്ങൾ ആക്രമിച്ചാൽ എന്ത് ചെയ്യണം? ഈ 3 രാജ്യങ്ങൾ ഒരുമിച്ച് നിന്നുകൊണ്ട് അതിനെ പ്രതിരോധിക്കണം എന്നുള്ളതാണ് എന്ന് പറയുന്നത് ആ 3 പാർട്ടി അഗ്രിമെന്റ് എന്ന് പറയുന്നതാണ്. അപ്പൊ എന്താണ്? ഗ്രീസ് ഇവര് പൂർണ്ണമായിട്ട് എന്ത് ചെയ്യുന്നു? കീഴ്പ്പെടുത്തുന്നു. ഇതേ സമയം തന്നെ ജർമ്മനിയുടെ കണ്ണ് എവിടേക്കോ ചെല്ലുന്നു? ഈ പറയുന്ന റഷ്യയുടെ മുകളിലേക്ക് വരുന്നു. റഷ്യ എന്ത് ചെയ്യണം? കീഴ്പ്പെടുത്താനുള്ള സമയമായി എന്ന് ഹിറ്റ്ലർ മനസ്സിലാക്കുകയും ഹിറ്റ്ലർ തന്റെ സൈന്യത്തെ എന്ത് ചെയ്യുന്നു? മോസ്കോ ലക്ഷ്യമാക്കിയിട്ട് അഴക്കുകയും ചെയ്യുന്നു. അപ്പൊ 39 എന്താണ്? ഇവര് തമ്മിൽ ഒരു എഗ്രിമെന്റ് ഉണ്ടായിരുന്നു. എന്താണ്? ഇവര് തമ്മിൽ പരസ്പരം ആക്രമിക്കില്ല എന്നൊരു കരാർ ഉണ്ടായിരുന്നു. സോവിയറ്റ് യൂണിയനും ആരും തമ്മിലാണ്? ജർമ്മനിയും തമ്മിൽ. അത് ആര് ലംഘിക്കുന്നു? ജർമ്മനി ലംഘിച്ച് ജർമ്മനി 1941 മോസ്കോയെ എന്ത് ചെയ്യുന്നു? ആക്രമിക്കുന്നു. ഇതോടുകൂടി എന്തെന്ന് പറയുന്നു? USSR എന്ന് പറയുന്ന രാജ്യവും എന്തിന്റെ ഭാഗമായിട്ട് മാറുന്നു? 2ാം ലോക മഹായുദ്ധത്തിന്റെ ഭാഗമായിട്ട് മാറുന്നു. ഇതേ സമയം തന്നെ എന്താണ്? 1941 നമ്മൾ പറഞ്ഞു ഈ പസഫിക് മേഖലകളിൽ ജപ്പാൻ അവരുടെ അധിനിവേശം തുടരുകയാണ്. അപ്പോ ഈ ജപ്പാൻ മേഖലയിൽ എന്താണ്? അമേരിക്കക്ക് ഹവായ് ദ്വീപിന് സമീപമായിട്ട് എന്തുണ്ടാ? ഈ പറയുന്ന പസഫിക് റീജിയനിൽ ഹവായ് മേഖലയിൽ എന്തുണ്ടാ? ഒരു മിലിറ്ററി, അതായത് അവരുടെ എന്താണ് ഒരു കപ്പൽ, അതായത് നേവിക്ക് എന്ത് ചെയ്യുന്നു? ഒരു സ്ഥലമുണ്ട്. അപ്പോ ജപ്പാൻ എന്താണ്? കടൽ മാർഗമാണ് ബാക്കി എല്ലാ രാജ്യങ്ങളെയും എന്ത് ചെയ്തിരിക്കുന്നത്? ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ ജപ്പാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും ഭീഷണി എന്ന് പറയുന്നത് ആരാണ്? അവർക്ക് ഏറ്റവും ഭീഷണി എന്ന് പറയുന്നത് ഈ ഹവായ് ദ്വീപിന് സമീപമുള്ള എന്താണ്? അമേരിക്കയുടെ മിലിറ്ററി ബേസ് ആണ്. അപ്പൊ അങ്ങനെ ഇതൊരു ഭീഷണിയായിട്ട് കരുതുന്ന ജപ്പാൻ 1941 ഹവായ് ദ്വീപിലുള്ള ഈ പറയുന്ന പേൾ ഹാർബർ എന്ന് പറയുന്ന അമേരിക്കയുടെ എന്ത് ചെയ്യുന്നു? നാവിക കേന്ദ്രത്തെ ആക്രമിക്കുന്നു. എന്താണ്? ഈ പറയുന്ന നാവിക കേന്ദ്രത്തെ എന്ത് ചെയ്യുന്നു? ആക്രമിക്കുന്നു. 1941 ഹവായ് ദ്വീപിൽ അമേരിക്കൻ നാവിക കേന്ദ്രമായിട്ടുള്ള പേൾ ഹാർബർ എന്ത് ചെയ്യുന്നു? ജപ്പാൻ ആക്രമിക്കുന്നു. പസഫിക് മേഖലയിൽ എന്താണ്? ഇരു രാജ്യങ്ങൾക്കും ഉണ്ടായിരുന്ന സാമ്പത്തിക താല്പര്യങ്ങളാണ് ജപ്പാൻ ഇതിനെ പ്രേരിപ്പിച്ചത്. ഇതിനെ തുടർന്നുകൊണ്ട് എന്ത് ചെയ്യുന്നു? അമേരിക്ക എന്ന് പറയുന്ന രാജ്യവും ജപ്പാനെതിരെ എന്ത് ചെയ്യുന്നു? യുദ്ധം പ്രഖ്യാപിക്കുന്നു. ഈ അങ്ങനെ 2ാം ലോക മഹായുദ്ധത്തിലേക്ക് എന്ത് ചെയ്യുന്നു? അമേരിക്ക എന്ന് പറയുന്ന രാജ്യവും കൂടി എന്ത് ചെയ്യുന്നു? എൻ്റർ ആകുന്നു. അപ്പോ USSR യുദ്ധത്തിലേക്ക് വരുന്നു. പിന്നെ ആര് വരുന്നു? ഈ പറയുന്ന അമേരിക്കയും യുദ്ധത്തിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നു? വരുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞു ഇവിടെ മോസ്കോയിൽ എന്ത് ചെയ്യുന്നു? മോസ്കോയിലേക്ക് ജർമ്മനി അവരുടെ സൈന്യത്തെ അയച്ചിരിക്കുകയാണ്. മോസ്കോയിൽ ഏകദേശം മോസ്കോ കീഴടക്കുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അതായത് മോസ്കോ എപ്പോ വേണമെങ്കിലും ജർമ്മൻ അധികാരികളുടെ കീഴിലായി മാറാം എന്നുള്ള ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു. എന്നാൽ ഈ സമയത്താണ് പ്രകൃതി എന്ന് പറയുന്ന സംഭവം എന്തായിട്ട് വരുന്നത്? ഒരു വില്ലനായിട്ട് ജർമ്മനിക്ക് ജർമ്മൻ സൈന്യത്തിന് വരുന്നത്. കാരണം ഈ സമയമാകുമ്പോഴേക്കും എന്താകുന്നു? ഈ മോസ്കോ കീഴടക്കും ജർമ്മൻ പട്ടാളം എന്നുള്ള ആകുമ്പോഴേക്കും ഈ റഷ്യ എന്ന് പറയുന്ന അല്ലെങ്കിൽ USSR എന്ന് പറയുന്ന മേഖലയിൽ എന്ത് ചെയ്തു? അതിശൈത്യം ആരംഭിക്കുന്നു. അതിശൈത്യം എന്ന് പറയുമ്പോൾ -30 ഡിഗ്രി മുതൽ -40 ഡിഗ്രി വരെയാണ് എന്ത് ചെയ്യുന്നത്? തണുപ്പുണ്ടാകുന്നത്. അപ്പോ പട്ടാളക്കാർക്ക് എന്ത് ചെയ്യുന്നു? പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഇവരുടെ എണ്ണകൾ എന്ത് ചെയ്യുന്നു? ഫ്യൂവൽസ് വരെ എന്ത് ചെയ്യുന്നു? കട്ടയായി പോകുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു. സ്വാഭാവികമായിട്ടും ഈ പറയുന്ന സൈന്യത്തിന് എന്ത് ചെയ്യേണ്ടി വരുന്നു? ഇവർക്ക്
തിരിച്ച് ജർമ്മനിയിലേക്ക് അല്ലെങ്കിൽ ജർമ്മൻ അധിനിവേശ മേഖലകളിലേക്ക് പിന്മാറേണ്ടതായിട്ട് വരുന്നു. ഇങ്ങനെ ജർമ്മൻ സൈന്യം എന്ത് ചെയ്യുന്നു? റഷ്യയിൽ നിന്ന് അല്ലെങ്കിൽ USSRൽ നിന്ന് എന്ത് ചെയ്യുന്നു? പിന്മാറുന്നു. ഈ യുദ്ധം നടക്കുന്ന സമയത്ത് സ്റ്റാലിൻ ആവശ്യപ്പെടുന്നുണ്ട് എന്താ, നിങ്ങൾ ഈ സമയത്ത് റഷ്യയെ ജർമ്മനി ആക്രമിക്കുന്ന സമയത്ത് നിങ്ങൾ എന്താണ് പടിഞ്ഞാറൻ മേഖലയിൽ നിന്ന് ഒരു ആക്രമണം നടത്തിയാൽ എന്താണ് നമുക്ക് ഇവരെ കീഴടക്കാമെന്നൊക്കെ ആ സമയത്ത് സ്റ്റാലിൻ പറയുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യുന്നു? സഖ്യരാഷ്ട്രങ്ങൾ അത് കേൾക്കുന്നില്ല. അപ്പോ ശൈത്യം വരുന്നു. ഹിറ്റ്ലർ ആണെങ്കിൽ ആകെ ഡിസപ്പോയിന്റഡ് ആയി. മുന്നോട്ട് വെച്ച കാലം പിന്നോട്ടെടുക്കാൻ തീരെ താല്പര്യമില്ലാത്ത ആളാണ് ഹിറ്റ്ലർ എന്ന് പറയുന്നത്. ഹിറ്റ്ലർ എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന തണുപ്പ് കാലം അവസാനിപ്പിച്ചാൽ ഉടൻ തന്നെ USSRനെ കീഴടക്കണം എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ ജർമ്മനിയിൽ എത്തുന്നു. എന്നാൽ ഈ തണുപ്പ് കാലം എന്നുള്ളത് USSRന് എന്താണ് വലിയ ഒരു അഡ്വാൻറ്റേജ് നൽകുന്നു. അതായത് ഈ പറയുന്ന പടിഞ്ഞാറൻ പ്രദേശത്ത് ഒരുപാട് ബിസിനസ് സംരംഭങ്ങളും ഫാക്ടറികളും ഒക്കെ ഉണ്ടായിരുന്നു USSRൽ. ഈ തണുപ്പ് വരുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന എല്ലാ ഇൻഡസ്ട്രികളും എന്ത് ചെയ്യുന്നു? ഇവിടെ നിന്നും കിഴക്ക് വശത്തേക്ക് എന്ത് ചെയ്യുന്നു? സ്റ്റാലിൻ ഷിഫ്റ്റ് ചെയ്യുകയും റഷ്യയുടെ കിഴക്ക് വശത്ത് വെച്ച് എന്ത് ചെയ്യുന്നു? അവർക്ക് യുദ്ധത്തിന് ആവശ്യമായിട്ടുള്ള എന്താണ് സാധന സാമഗ്രികളും വിമാനങ്ങളും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ എന്ത് ചെയ്യുന്നു? സ്റ്റാലിൻ എന്ത് ചെയ്യുന്നു? തയ്യാറെടുക്കുന്നു. സ്റ്റാലിൻ എന്ത് ചെയ്യുന്നു? അവിടെ ഉണ്ടാക്കിയെടുക്കുന്നു. അപ്പൊ ഒരു യുദ്ധത്തിന് വേണ്ടി പ്രിപ്പയർ ആകാൻ ആ സമയം ഈ തണുപ്പ് കാലം എന്നുള്ളത് ആർക്ക് ഒരു അവസരമായിട്ട് ലഭിച്ചു? സ്റ്റാലിന് ഒരു അവസരമായിട്ട് ലഭിച്ചു. അപ്പോ ഇതേ സമയം തന്നെ എന്താണ് തണുപ്പ് കാലം അവസാനിക്കുന്നു. ജർമ്മനി വീണ്ടും എന്താണ് റഷ്യയിലെ സ്റ്റാലിൻ ഗ്രേഡും പിന്നെ എന്താണ് കോക്കസ് പർവ്വത നിര എന്ന് പറയുന്ന മുകളിൽ ഒരു പർവ്വത നിരകളുണ്ട്. ഈ കോക്കസ് പർവ്വത നിരകളും എന്ത് ചെയ്യുന്നു? കീഴടക്കുവാനായിട്ട് രണ്ട് സൈന്യത്തെ എന്ത് ചെയ്യുന്നു? ഇവര് അഴക്കുന്നു. ജർമ്മനി അഴക്കുന്നു. ഈ സ്റ്റാലിൻ ഗ്രാഡ് എന്ന് പറയുന്ന പ്രദേശം എന്ത് ചെയ്യുന്നു? സ്റ്റാലിൻ ഗ്രാഡ് എന്ന് പറയുന്ന പ്രദേശം ജർമ്മൻകാർ എന്ത് ചെയ്യുന്നു? കീഴടക്കുന്നു. എന്നാൽ ഇതേ സമയം ഈ കോക്കസ് പർവ്വത നിരയിലേക്ക് പട്ടാളക്കാരെ അഴക്കുന്ന അതേ സമയം തന്നെ ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നു? ഈ ഫ്രാൻസ് തിരിച്ചു പിടിക്കുവാനായിട്ട് അല്ലെങ്കിൽ ഇറ്റലി മുതലായ സ്ഥലങ്ങൾ എന്ത് ചെയ്യാം? കീഴടക്കുവാനായിട്ട് എന്ത് ചെയ്യുന്നു? ഇവിടെ നിന്ന് സഖ്യ ശക്തികളുടെ എന്താണ് ഒരു ആക്രമണം ഉണ്ടാകുന്നു. അതുപോലെ തന്നെ എന്താണ് അടിയിൽ നിന്നും സഖ്യശക്തികളുടെ എന്ത് ചെയ്യുന്നു? മറ്റൊരു ആക്രമണവും ഈ പറയുന്ന ഇറ്റലിക്ക് നേരെയൊക്കെ ആയിട്ട് ഉണ്ടാകുന്നു. അപ്പോ ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോ ഈ കോക്കസ് പർവ്വത നിരകളിലേക്ക് പോയ പട്ടാളക്കാരെ എന്ത് ചെയ്യേണ്ടി വരുന്നു? ജർമ്മനിക്ക് തിരികെ വിളിക്കേണ്ടി വരികയും ഈ യുദ്ധമുന്നണിയിലേക്ക് എന്ത് ചെയ്യേണ്ടി വരുന്നു? ഇവരെ വിടുകയും ചെയ്യേണ്ടി വരുന്നു. അപ്പോ ഈ സമയത്ത് എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ ഈ പട്ടാളക്കാർ പോയപ്പോ നമ്മൾ പറഞ്ഞു USSR അവിടെ തയ്യാറായി നിൽക്കുകയാണ്. അവർക്ക് ഒരുപാട് സമയം കിട്ടി തണുപ്പ് കാലമായതുകൊണ്ടാണ്. ഇവരെന്ത് ചെയ്തു? ഇവിടെ പെട്ടുപോയി. അതായത് സ്റ്റാലിൻ ഗ്രേഡ് പിടിച്ചടക്കിയ പട്ടാളക്കാർ എന്ത് ചെയ്യുന്നു? ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കുകയും അവരെ പയ്യെ എന്ത് ചെയ്യുന്നു? യുദ്ധം ചെയ്ത റഷ്യ എന്ത് ചെയ്യുന്നു? ഈ ജർമ്മനിയുടെ കീഴിലുള്ള പ്രദേശങ്ങളൊക്കെ ഓരോന്നായിട്ട് കീഴടക്കി USSR എന്ത് ചെയ്യുന്നു? മുന്നേറ്റം തുടരുന്നു. ഇതേ സമയം തന്നെ എന്താണ് ഇവിടെ അടിവശത്ത് നിന്നും സഖ്യശക്തികൾ ആക്രമണം നടക്കുന്നു. ഇവർ എന്ത് ചെയ്യുന്നു? ഇവർ ഇറ്റലി പൂർണ്ണമായിട്ട് കീഴടക്കുന്നു. ഫ്രാൻസിനെ എന്ത് ചെയ്യുന്നു? ഫ്രാൻസിനെ ജർമ്മനിയുടെ കയ്യിൽ നിന്ന് സ്വതന്ത്രമാക്കുന്നു. അപ്പോ രണ്ടു വശത്തു നിന്നും എന്താണ് ഉണ്ടാകുന്നത്? ജർമ്മനിക്കെതിരായിട്ട് ആക്രമണങ്ങളാണ് ഉണ്ടാകുന്നത്. രണ്ടു വശത്തു നിന്നും. ഇവിടെ നിന്ന് USSR, ഇവിടെ നിന്ന് എന്താണ് സഖ്യശക്തികളും എന്ത് ചെയ്യുന്നു? ഒരുമിച്ച് ജർമ്മനി എന്ത് ചെയ്യുന്നു? ആക്രമിക്കുകയും അങ്ങനെ ജർമ്മനി എന്ത് ചെയ്യുന്നു? അവസാനം ഈ പറയുന്ന USSRന്റെ സൈന്യം ബെർലിനിൽ എത്തിച്ചേരുകയും ബെർലിൻ പാർലമെന്റ്, അതായത് ജർമ്മൻ പാർലമെന്റിന്റെ മുകളിൽ USSRന്റെ പതാക നാട്ടുകയും ചെയ്യുന്നതോടുകൂടി എന്താണ് ഔദ്യോഗികമായിട്ട് രണ്ടാം ലോകമഹായുദ്ധം എന്ന് പറയുന്ന ആ ചരിത്ര സംഭവം എന്താണ് അവസാനിക്കുകയാണ് ഉണ്ടാകുന്നത്. എന്താണ് രണ്ടാം ലോക മഹായുദ്ധം എന്ന് പറയുന്ന ചരിത്ര സംഭവം അവസാനിക്കുകയാണ് ഉണ്ടാകുന്നത്. അപ്പൊ നമ്മള് രണ്ട് ഏകാധിപതികളെ കുറിച്ച് പഠിച്ചു. എവിടെയാണ്? ഇറ്റലിയിൽ ബെനിറ്റോ മുസോളിനി ഇറ്റലി കീഴടക്കിയതോടുകൂടി ജനങ്ങൾ എന്ത് ചെയ്യുന്നു? അവരുടെ തോൽവി പ്രഖ്യാപിക്കുകയും ഞങ്ങൾ ഇനി ഒരു യുദ്ധത്തിനില്ല എന്ന് പറയുകയും പാർലമെന്റിൽ നിന്ന് മുസോളിനിയെ പുറത്താക്കുകയും അദ്ദേഹത്തെ പിടിച്ച് എന്താണ് തൂക്കിക്കൊല്ലുകയുമാണ് ഉണ്ടാകുന്നത്. ഹിറ്റ്ലറിന് എന്താണ് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഹിറ്റ്ലർ എന്ത് ചെയ്യുന്നു? ബെർലിൻ കൂടി കീഴടങ്ങുന്നതോടെ ആശ നഷ്ടപ്പെട്ട ഹിറ്റ്ലർ എന്ത് ചെയ്യുന്നു? ഇവ ബ്രൗൺ എന്ന് പറയുന്ന തന്റെ കാമുകിയെ വിവാഹം കഴിക്കുകയും അദ്ദേഹവും അവരും എന്താണ് സൂയിസൈഡ് ചെയ്യുകയുമാണ് എന്ത് ചെയ്യുന്നത്?
ചരിത്രത്തിൽ ഉണ്ടാകുന്നത്. അപ്പോ അതോടുകൂടി രണ്ടാം ലോക മഹായുദ്ധം എവിടെ അവസാനിച്ചു? യൂറോപ്പിൽ അവസാനിച്ചു. ഇതാണ് യൂറോപ്പിൽ രണ്ടാം ലോക മഹായുദ്ധം എന്ന് പറയുന്നത് എന്ത് ചെയ്തു? അവസാനിക്കപ്പെട്ടു. പക്ഷേ എപ്പോഴും ഏഷ്യയിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഏഷ്യയിൽ ഈ യുദ്ധം തുടരുന്നുണ്ടായിരുന്നു. ജപ്പാൻ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു? ജപ്പാൻ ഈ പറയുന്ന യുദ്ധം തുടരുന്നുണ്ടായിരുന്നു. അപ്പോ ജപ്പാൻ ഇങ്ങനെ യുദ്ധം തുടരുകയാണ്. അപ്പോ ഒരു വശത്ത് നിന്ന് അമേരിക്ക എന്ന് പറയുന്ന രാജ്യം ജപ്പാനെ ആക്രമിക്കുന്നുണ്ട്. മറുവശത്ത് നിന്ന് എന്താണ്? സഖ്യകക്ഷികൾ ആക്രമിക്കുന്നുണ്ട്. ഇൻക്ലൂഡിങ് എന്താണ്? ഇന്ത്യൻ മിലിറ്ററി ഉൾപ്പെടെയുള്ള ബ്രിട്ടീഷ് ഇന്ത്യൻ മിലിറ്ററി ഉൾപ്പെടെയുള്ള സൈന്യങ്ങൾ എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന ജപ്പാൻ കീഴടക്കിയിട്ടുള്ള എല്ലാ പ്രദേശങ്ങളെയും എന്ത് ചെയ്യുന്നു? അവരുടെ സൈന്യത്തെ ജപ്പാനിലേക്ക് മാത്രം എന്ത് ചെയ്യുന്നു? പിന്മാറുവാനായിട്ട് യുദ്ധം ചെയ്ത് എന്ത് ചെയ്യുന്നു? പിന്മാറ്റുന്നു. അപ്പോ ഈ ജപ്പാന്റെ ഒരു യുദ്ധരീതികൾ എന്ന് പറയുന്നത് സാമുറായി യുദ്ധരീതികളാണ്. അവർക്ക് മരിക്കാനായിട്ട്, അവരുടെ രാജാവിന് വേണ്ടിയിട്ട് മരിക്കാൻ അവർക്ക് ആർക്കും ഒരു പേടിയും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഇവരെന്ത് ചെയ്യുമായിരുന്നു എന്ന് വെച്ചാൽ കൊച്ചുകുട്ടികൾ, 16-14 വയസ്സൊക്കെയുള്ള കുട്ടികൾ വിമാനം പറത്തിക്കൊണ്ടുപോകും, ശത്രുക്കളുടെ ഇടയിലേക്ക് ഇടിച്ചിറക്കും, എന്ത് ചെയ്യും? ശത്രുക്കളെയും കൊല്ലും, ഇവരും മരിക്കും. അങ്ങനെ ഒരു യുദ്ധ മുറയാണ് ആര് നടത്തിയിരുന്നത്? ജപ്പാനീസുകാരെന്ത് ചെയ്യുന്നത്? നടത്തിക്കൊണ്ട് ഇരുന്നത്. അപ്പോ ഇത് ഈ കരമാർഗം ആക്രമിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഇവർക്ക് വലിയ ഇതുണ്ടാവും, ഡാമേജസ് ഉണ്ടാവും. അപ്പൊ ഇതേ സമയം തന്നെ റഷ്യ മുഗൾ ഭാഗത്ത് നിന്ന് എന്താണ്? ജപ്പാനെ ആക്രമിക്കുന്നതിനായിട്ട് എന്ത് ചെയ്യുന്നു? വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ അമേരിക്കക്ക് മനസ്സിലായി ഈ യുദ്ധം പെട്ടെന്ന് അവസാനിപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഈ ജപ്പാന്റെ ഒരുപാട് മേഖലകൾ USSR എന്ന് പറയുന്ന രാജ്യത്തിന്റെ അധീനതയിലായിട്ട് മാറും. കാരണം പെട്ടെന്ന് ഈ ജപ്പാൻ യുദ്ധം നടത്തിയില്ലെങ്കിൽ ഇപ്പോ ഈ പറയുന്ന USSR ആർമി കടന്നു വരുന്ന സ്ഥലങ്ങളെല്ലാം, അല്ലെങ്കിൽ അവർ കീഴടക്കുന്ന പ്രദേശങ്ങളൊക്കെ അവരുടെ രാജ്യത്തിന് എന്താണ്? സ്വന്തമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോ ജപ്പാനിലെ ഒരുപാട് ഭാഗങ്ങൾ ആരുടെ ഭാഗമായിട്ട് മാറും? USSRന്റെ ഭാഗമായിട്ട് മാറുമെന്ന് അമേരിക്കക്ക് എന്തുണ്ടായി? ഒരു സംശയമുണ്ടായി. അപ്പോ ഇതേ കാലഘട്ടത്തിൽ തന്നെ, അതായത് ഈ അമേരിക്കയിൽ മാൻഹട്ടൻ പ്രൊജക്ട് എന്ന് പറയുന്ന ഒരു പ്രൊജക്ട് നടക്കുന്നുണ്ടായിരുന്നു. അണുബോംബ് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊജക്ട് ആണ് എന്ന് പറയുന്നത് മാൻഹട്ടൻ പ്രൊജക്ട് എന്ന് പറയുന്നത്. ഓപ്പൺഹൈമർ, നിങ്ങൾ ഇപ്പോ ഏറ്റവും അവസാനമായി ക്രിസ്റ്റഫർ നോളൻ സംവിധാനം ചെയ്ത പടമാണ് എന്തെന്ന് പറയുന്നത് ഓപ്പൺഹൈമർ എന്ന് പറയുന്നത്. അത് ഈ മാൻഹട്ടൻ പ്രൊജക്ടിന്റെ എന്താണ് ചീഫായിരുന്ന ഓപ്പൺഹൈമറുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സിനിമയാണ് എന്തെന്ന് പറയുന്നത് ഈ ഓപ്പൺഹൈമർ എന്ന് പറയുന്ന സിനിമ. അപ്പൊ മാൻഹട്ടൻ പ്രൊജക്ട് അമേരിക്കയിൽ നടക്കുന്നുണ്ട്. ആ സമയത്ത് അമേരിക്കയുടെ പ്രസിഡന്റ് എന്ന് പറയുന്നത് റൂസ്വെൽറ്റ് ആണ്. ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് ആണ് അമേരിക്കയുടെ പ്രസിഡന്റ് എന്ന് പറയുന്നത്. പക്ഷെ അദ്ദേഹം ഈ സാധനത്തിന്റെ ദൂഷ്യഫലങ്ങൾ നന്നായിട്ട് അറിയാവുന്ന ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് ഒരിക്കലും അനുവാദം നൽകിയിരുന്നില്ല ഈ ബോംബ് ഉണ്ടാക്കാനും അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു ഇത് പരീക്ഷിക്കുവാനുമായിട്ട് അനുവാദം നൽകിയിരുന്നില്ല. എന്നാൽ ഈ ലോകമഹായുദ്ധം നടക്കുന്നതിനിടക്ക് അമേരിക്കയിൽ എന്ത് ചെയ്യുന്നു? ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് അതിനിടയിൽ എന്ത് ചെയ്യുന്നു? അന്തരിക്കുന്നു. അപ്പോ അദ്ദേഹം അന്തരിച്ചതിന് ശേഷം അമേരിക്കയുടെ അടുത്ത പ്രസിഡന്റ് ആയിട്ട് വരുന്നത് അന്നത്തെ അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ഹാരി എസ് ട്രൂമാൻ ആണ്. ഈ ഹാരി എസ് ട്രൂമാൻ ആണ് പിന്നീട് എന്ത് ചെയ്യുന്നത്? അമേരിക്കക്ക് അല്ലെങ്കിൽ അമേരിക്കൻ ആർമിക്ക് ബോംബ് നിർമ്മിക്കുവാനും അത് ജപ്പാനിൽ പരീക്ഷിക്കുവാനുമായിട്ട് എന്ത് ചെയ്യുന്നത്? അനുവാദം കൊടുക്കുന്നത്. അങ്ങനെ അനുവാദം ലഭിക്കുന്നതോടുകൂടി 1945 ഓഗസ്റ്റ് 6, ഓഗസ്റ്റ് 9 എന്നീ ദിവസങ്ങളിൽ എന്ത് ചെയ്യുന്നു? നാഗസാക്കി, ഹിരോഷിമ എന്നീ സ്ഥലങ്ങളിൽ എന്ത് ചെയ്യുന്നു? അമേരിക്കൻ ബോംബർ വിമാനങ്ങൾ ലോകത്ത് ഇതുവരെ ഉണ്ടാകാത്ത രീതിയിലുള്ള ഒരു അണുബോംബ് എന്ന് പറയുന്ന സാധനം എന്ത് ചെയ്യുന്നു? ലോകത്ത് ആദ്യമായും അവസാനമായിട്ടും നാഗാസാക്കിയിലും ഹിരോഷിമയിലും എന്ത് ചെയ്യുന്നു? പ്രയോഗിക്കുന്നു. 1945 ഓഗസ്റ്റ് 6 ലിറ്റിൽ ബോയ് എന്ന് പറയുന്ന ബോംബാണ് ഉപയോഗിച്ചത്. എന്താണ്? യുറേനിയം ആയിരുന്നു അതിന്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത്. പോൾ ടിബറ്റ് എന്ന് പറയുന്ന വൈമാനികനാണ് അത് ഇടുന്നത്. എനലോഗ് എന്നായിരുന്നു ആ വിമാനത്തിന്റെ പേരെന്ന് പറയുന്നത്. അതുപോലെ തന്നെ 45 ഓഗസ്റ്റ് 9 എന്ത് ചെയ്യുന്നു? ഫാറ്റ്മാൻ എന്ന് പറയുന്ന മറ്റൊരു അണുബോംബ് ഇടുന്നു. ഇത് പ്ലൂട്ടോണിയം ആയിരുന്നു ഇതിന്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത്. ബോക്സ്കർ എന്ന് പറയുന്ന വിമാനത്തിൽ ചാൾസ് സീനി എന്ന് പറയുന്ന ഒരു പൈലറ്റ് ആണ് എന്ത് ചെയ്യുന്നത്? അവിടെ നിക്ഷേപിക്കുന്നത്. അങ്ങനെ 1945 ഓഗസ്റ്റ് 6 ലിറ്റിൽ ബോയ് എന്ന അണുബോംബ് ഹിരോഷിമയിലും, ആഗസ്റ്റ് 9 ഫാറ്റ്മാൻ എന്ന് പറയുന്ന അണുബോംബ്
നാഗാസാക്കിയിലും എന്ത് ചെയ്യുന്നു വർഷിച്ചു. അതോടുകൂടി എന്ത് ചെയ്യുന്നു ജപ്പാൻ എന്ന് പറയുന്ന രാജ്യം പൂർണ്ണമായിട്ടും അടിയറവ് പറയുകയും എന്ത് ചെയ്യുന്നു രണ്ടാം ലോക മഹായുദ്ധം എന്ന് പറയുന്നത് ജപ്പാന്റെ കീഴടങ്ങലോടുകൂടി എന്ത് ചെയ്യുന്നു അവിടെ അവസാനിക്കുകയുമാണ് ചരിത്രത്തിൽ എന്ത് ചെയ്യുന്നത് ഉണ്ടാവുന്നത്. ഇതാണ് എന്തെന്ന് പറയുന്നത് രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ചരിത്രം എന്ന് പറയുന്നത്. വളരെ ചുരുങ്ങിയ ഭാഷയിൽ എന്ത് ചെയ്യുന്നു നമുക്ക് പറയുവാനായിട്ടുള്ളത്. അതില് ഏകദേശം എല്ലാ പോയിന്റുകളും എന്താണ് നമ്മൾ പറഞ്ഞു എന്നുള്ളതാണ്. ഈ ഹിബാഷുക്കൾ, അതായത് ഹിരോഷിമ നാഗാസാക്കി ദുരന്തം പേർ ജീവിക്കുന്ന മനുഷ്യരാണ് എന്ന് പറയുന്നത്. ഹിബാക്കുഷുകൾ എന്ന് പറയുന്നത് അണുവികരണത്തിന്റെ തീവ്രതയിൽ ഓരോ നിമിഷവും വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് ഹിബാക്കുഷുകൾ ഇന്നും ജപ്പാനിലുണ്ട്. അതായത് ഒരു സെക്കൻഡിൽ 30,000 പേരെന്തോ മരിച്ചു എന്നുള്ളതാണ് ജപ്പാനിലെ കണക്ക്. ഒരു സെക്കൻഡിൽ ബോംബ് വീണ് ഫസ്റ്റ് സെക്കൻഡിൽ 30,000 പേര് വെച്ച് മരിച്ചു എന്നുള്ളതാണ് ഇതെന്ന് പറയുന്നത് ഇതിന്റെ കണക്ക് എന്ന് പറയുന്നത്. അത്രയും ലോകത്ത് ആദ്യമായും അവസാനമായിട്ടും എന്ത് ചെയ്യുന്നു മനുഷ്യൻ ഒരു അണുബോംബ് ഉപയോഗിക്കുന്നു. അതിന്റെ ദുരന്തം തങ്ങളുടെ കൺമുന്നിൽ കാണുകയും ഇനിയൊരു യുദ്ധത്തിൽ എന്താണ് ഞങ്ങൾ തയ്യാറല്ല എന്ന് ഒരുവിധപ്പെട്ട യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ മനസ്സിലാക്കുകയും അവരെന്ത് ചെയ്യുന്നു സഹവർത്തിത്വത്തിന്റെ അല്ലെങ്കിൽ എന്താണ് പരസ്പര സഹകരണത്തിന്റെ എന്ത് ചെയ്യുന്നു മേഖലയിലേക്ക് അവർ എന്ത് ചെയ്യുന്നു കടന്ന് പോവുകയാണ് എന്ത് ചെയ്യുന്നത് ഉണ്ടാവുന്നത്. നോക്കുക. അപ്പോ ഈ യുദ്ധം അവസാനിക്കുന്നതോടുകൂടി യുദ്ധത്തിന്റെ ദൂഷ്യഫലങ്ങൾ മനസ്സിലായി. അപ്പോ നമ്മൾ എന്താണ് ഒരു പുതിയൊരു സംഘടന, എന്താണ് ലീഗ് ഓഫ് നേഷൻ എന്ന് പറയുന്ന ആ ഒരു സംഘടന ഉണ്ടായി ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം. അവരെന്ത് ചെയ്യുന്നു രണ്ടാം ലോക മഹായുദ്ധം തുടങ്ങുന്നതിൽ എന്ത് ചെയ്യുന്നു അവർ പരാജയപ്പെട്ടു. അതുകൊണ്ട് തന്നെ ആ സംഘടന ഇല്ലാതാകുകയും മറിച്ച് മറ്റൊരു പുതിയ ഒരു സംഘടന ലോക സമാധാനത്തിന് വേണ്ടിയിട്ട് നിലവിൽ വരികയും ചെയ്യുന്നു. ആ സംഘടന എന്ന് പറയുന്നത് എന്താണ് UNO എന്ന് പറയുന്നത് ആണ്. UN എന്ന് പറയുന്നത് ആ ഒക്ടോബർ 24 ഈ സംഘടന എന്ത് ചെയ്യുന്നത് 1945 ഒക്ടോബർ 24 ഐക്യരാഷ്ട്ര സംഘടന അല്ലെങ്കിൽ യുണൈറ്റഡ് നേഷൻ ഓർഗനൈസേഷൻ എന്ത് ചെയ്യുന്നത് അമേരിക്കയുടെ ന്യൂയോർക്ക് ആസ്ഥാനമായിട്ട് എന്ത് ചെയ്യുന്നത് രൂപപ്പെടുന്നത്. ഈ പറയുന്ന ഒക്ടോബർ 24 എന്ന് പറയുന്നത് UN ദിനമായിട്ട് ആചരിക്കുന്നത്. ഇതിനെ കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. നമുക്ക് UN എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാം ഒരു വിഷയമായിട്ട് തന്നെ അത് നമുക്ക് പഠിക്കാം. ഇപ്പോൾ ഈ കാര്യങ്ങൾ മാത്രം എന്ത് ചെയ്യുക മനസ്സിലാക്കി വെക്കുക. അപ്പൊ നമ്മള് ഹിബാക്കുഷുകൾ എന്ന് പറഞ്ഞാൽ എന്താണ് ഹിരോഷിമയിൽ നാഗാസാക്കിയിലും ഇതിന്റെ വേദനകൾ തിന്നുകൊണ്ട്, അതായത് അണുബോംബിന്റെ അണുവികരണം ഏറ്റുകൊണ്ട് ജീവിക്കുന്ന ആളുകളാണ് ഹിബാക്കുഷുകൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പ്രശസ്തമായിട്ടുള്ള പദമാണ് സഡാക്കോ എന്ന് പറയുന്നത്. സഡാക്കോ നിങ്ങൾ ഒരു കൊക്കിനെ വെള്ള പേപ്പറുകളിൽ ഉണ്ടാക്കുന്ന ഒരു കൊക്കിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പലപ്പോഴും ലോക സമാധാനത്തിന്റെ ചിഹ്നമായിട്ട് പോലും കാണപ്പെടുന്ന ഒരു പക്ഷിയാണ് ഈ സഡാക്കോ കൊക്കുകൾ എന്ന് അറിയപ്പെടുന്നത്. അത് ഹിരോഷിമയിലെ ബോംബ് വർഷത്തിന്റെ ഫലമായി ഉണ്ടായ അണുവികരണത്തിന്റെ ഇരയായിട്ടുള്ള സഡാക്കോ സുസൂക്കി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ ബാലിക അവൾ രോഗശയ്യയിൽ വെച്ച് നിർമ്മിച്ച കൊക്കുകളാണ് എന്തെന്ന് പറയുന്നത് സഡാക്കോ തോക്കുകൾ എന്ന് പറയുന്നത്. യുദ്ധവിരുദ്ധ വികാരത്തിന്റെ ഒരു പ്രതീകമാണ് എന്തെന്ന് പറയുന്നത് ഈ സഡാക്കോ കൊക്കുകൾ എന്ന് പറയുന്നത്. നോക്കുക, യുദ്ധം നമ്മൾ ഒന്നാം ലോക മഹായുദ്ധം സിനിമകളിലൊക്കെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ എന്താണ് രണ്ടാം ലോക മഹായുദ്ധവും എന്തായിട്ടുണ്ട് സിനിമകളുടെ ഭാഗമായിട്ടുണ്ട്. പിക്കാസോയുടെ വിഖ്യാത ചിത്രം ഗോർണിക്ക, ഏണസ്റ്റ് ഹെമിംഗ്വേയുടെ നോവൽ മണിമുഴങ്ങുന്നത് ആർക്കു വേണ്ടി എന്നിവ രണ്ടാം ലോക മഹായുദ്ധത്തോടുള്ള കലാപരമായിട്ടുള്ള പ്രതികരണങ്ങളാണ്. പോളിഷ് സംവിധായകൻ ആന്ദ്രേ വൈദയുടെ യുദ്ധചിത്ര ത്രയങ്ങളായിട്ടുള്ള ജനറേഷൻ, കനാൽ, ആഷൻസ് ആൻഡ് ഡയമണ്ട്സ് എന്നിവയും ഡേവിഡ് ലീൻ സംവിധാനം ചെയ്ത ദ ബ്രിഡ്ജ് ഓൺ ദ റിവർ, കോയ്, ചാർലി ചാപ്ലിന്റെ ദ ഗ്രേറ്റ് ഡിക്റ്റേറ്റർ, അലൻ റെനയുടെ ഹിരോഷിമ മോൺ അമോർ, സ്റ്റീവൻ സ്പിൽബർഗിന്റെ ഷിൻഡേഴ്സ് ലിസ്റ്റ് എന്നിവയും രണ്ടാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട ചലച്ചിത്രങ്ങളാണ്. ഷിൻഡേഴ്സ് ലിസ്റ്റിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്ത് ചെയ്തിരുന്നു വളരെ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്തിരുന്നു സംസാരിച്ചിരുന്നു. അപ്പൊ ഇതോടുകൂടി രണ്ടാം ലോക മഹായുദ്ധം എന്ന് പറയുന്ന ഒരു ചരിത്ര സംഭവം അവിടെ അതിന് അവസാനം വരുന്നു. ലോകരാഷ്ട്രങ്ങൾ എന്ത് ചെയ്യുന്നു UN രൂപീകരിക്കുന്നു. യുദ്ധത്തിൽ പങ്കുവഹിച്ച രാജ്യങ്ങൾ എന്നുള്ള നിലക്ക് രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജയിച്ച രാജ്യങ്ങൾ എന്നുള്ള നിലക്ക് USA, ചൈന, ഇംഗ്ലണ്ട്,
ഫ്രാൻസ്, USSR എന്നീ രാജ്യങ്ങൾക്ക് എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന ഐക്യരാഷ്ട്ര സംഘടനയിൽ സ്ഥിരാംഗത്വവും വീറ്റോ പവർ എന്ത് ചെയ്യുന്നു? നൽകപ്പെടുകയും ഒക്കെ ഉണ്ടാകുന്നത് അതിനുശേഷമാണ്. അതിനുശേഷം ഉണ്ടായ മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത്, ലോകം എന്ന് പറയുന്നത് തന്നെ എന്താണ്? ലോകം എന്ന് പറയുന്നത് രണ്ട് ഐഡിയോളജി ആയിട്ട് തിരിയുന്നതാണ് പിന്നീട് നമ്മൾ എന്ത് ചെയ്യുന്നത്? ചരിത്രത്തിൽ കാണുന്നത്. ലോകം തന്നെ രണ്ട് ഐഡിയോളജി ആയിട്ട്, അതായത് അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിന്റെ കീഴിൽ എന്താണ്? മുതലാളിത്ത ഐഡിയോളജിയും, പിന്നെ എന്താണ് USSR എന്ന് പറയുന്ന രാജ്യത്തിന് കീഴിൽ എന്താണ് ഒരു സോഷ്യലിസ്റ്റ് ഐഡിയോളജിയുമുള്ള രാജ്യങ്ങളായിട്ട് എന്താണ്? രാജ്യങ്ങളുടെ ഒരു ടീമുകളായിട്ട് മാറുകയും, അങ്ങനെയാണ് നമ്മൾ എന്താണ് കോൾഡ് വാർ എന്ന ചരിത്രത്തിൽ പഠിക്കുന്ന സംഭവ വികാസങ്ങളുടെ എല്ലാം തുടക്കം എന്ന് പറയുന്നത് ഈ പറയുന്ന ഈ സംഭവത്തിനൊക്കെ ശേഷമാണ് എന്ത് ചെയ്യുന്നത്? ഉണ്ടാവുന്നത്. മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതുവരെ ബ്രിട്ടന്റെ കോളനികളായിരുന്ന പല രാജ്യങ്ങളിലും എന്ത് ചെയ്യുന്നു? സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയിട്ടുള്ള മുറവിളികൾ ഉണ്ടാകുന്നു. അങ്ങനെ മുറവിളികളുടെ ഭാഗമായി കൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു? പല സ്ഥലങ്ങളും എന്ത് ചെയ്യുന്നു? സ്വതന്ത്രമായിട്ട് മാറുന്നു. കോളനികൾ സ്വതന്ത്രമാകുന്നു. രണ്ടാം ലോക മഹായുദ്ധാനന്തരം സാമ്രാജ്യത്വ ശക്തികളുടെ മേധാവിത്വം ചോദ്യം ചെയ്യപ്പെട്ടു തുടങ്ങി. അതിനാൽ കോളനികളിൽ ഉയർന്നു വന്ന ദേശീയ സമരങ്ങളെ നിയന്ത്രിക്കുവാൻ യൂറോപ്യൻ രാജ്യക്കാർക്ക് കഴിഞ്ഞില്ല. കൂടാതെ വൻശക്തികളായി ഉയർന്ന അമേരിക്കയും സോവിയറ്റ് യൂണിയനും യൂറോപ്യൻ കോളനികളിലെ സ്വാതന്ത്ര്യ സമരത്തെ എന്ത് ചെയ്തു? പിന്തുണച്ചു. സാമ്രാജ്യത്വ ശക്തികളുടെ എന്താണ് ഭരണത്തിൽ നിന്നും എന്ത് ചെയ്തു? കോളനികൾ സ്വതന്ത്രം നേടി. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? അപകോളനീകരണം അഥവാ ഡീകോളനൈസേഷൻ എന്ന് അറിയപ്പെടുന്നത്. താഴെ കൊടുത്തിട്ടുള്ള ചിത്രങ്ങൾ എന്താ അത് നോക്കാം. ഓരോ രാജ്യങ്ങളുടെയും എന്താണ് സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം വഹിച്ച പ്രധാനപ്പെട്ട വ്യക്തികളാണ്. ഗാന്ധിജി ഇന്ത്യ, നെൽസൺ മണ്ടേല ദക്ഷിണാഫ്രിക്ക, കോമി നക്രൂമ ഗാന, ജോമോ കെനിയാത്തെ കെനിയ. ഇവരൊക്കെ എന്താണ് അവരുടെ രാജ്യങ്ങളിൽ, ഈ പറയുന്ന രാജ്യങ്ങളിൽ അതിന്റെ സ്വാതന്ത്ര്യ സമരങ്ങൾക്ക് നേതൃത്വം നൽകിയ വ്യക്തികളാണ്. ശീതസമരം, കോൾഡ് വാർ. രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് ഫാഷിസത്തിനെതിരെ എന്താണ് ഭിന്നതകൾ മറച്ച് ഒരുമിച്ച് അമേരിക്കയും സോവിയറ്റ് യൂണിയനും എന്താണ് യുദ്ധാനന്തരം എന്ത് ചെയ്തു? വീണ്ടും ഭിന്നിച്ചു. അമേരിക്ക പുതിയ രാഷ്ട്രീയ സാമ്പത്തിക ശക്തിയായി മുതലാളിത്ത ചേരിക്ക് നേതൃത്വം കൊടുത്തു. സോഷ്യലിസ്റ്റ് സാമ്പത്തിക വ്യവസ്ഥ സ്വീകരിച്ച രാഷ്ട്രങ്ങളുടെ ചേരിക്ക് സോവിയറ്റ് യൂണിയനും നേതൃത്വം നൽകി. ഇങ്ങനെ പരസ്പരം ശത്രുത പുലർത്തിയ രണ്ട് ചേരികൾ തമ്മിലുണ്ടായ ആശയപരമായ സംഘർഷങ്ങളും നയതന്ത്ര യുദ്ധങ്ങളുമാണ് എന്ന് പറയുന്നത് കോൾഡ് വാർ എന്നറിയപ്പെടുന്നത്. ശീതസമരം എന്ന് പറയുന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് അമേരിക്കൻ നയതന്ത്രജ്ഞനായ ബെർണാഡ് ബറൂച്ച് ആണ്. വാൾട്ടർ ലിപ്മാൻ എഴുതിയ ശീതസമരം എന്ന് പറയുന്ന ഗ്രന്ഥം ഇതിന് കൂടുതൽ എന്ത് ചെയ്തു? പ്രചാരം നൽകി. ശീതസമരം എന്ന് പറയുന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് അമേരിക്കൻ നയതന്ത്രജ്ഞനായിട്ടുള്ള ബെർണാഡ് ബറൂച്ച് ആണ്. എന്നാൽ വാൾട്ടർ ലിപ്മാൻ എഴുതിയ ശീതസമരം എന്ന് പറയുന്ന കോൾഡ് വാർ എന്ന് പറയുന്ന പുസ്തകം എന്ത് ചെയ്തു? ഇതിന് കൂടുതൽ പ്രചാരം നൽകി. ഇരു ധ്രുവ ലോകം. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഒരേ സഖ്യത്തിലായിരുന്ന അമേരിക്കൻ സോവിയറ്റ് യൂണിയനും യുദ്ധാനന്തരം എന്ത് ചെയ്തു? യഥാക്രമം മുതലാളിത്ത ചേരിക്കും സോഷ്യലിസ്റ്റ് ചേരിക്കും നേതൃത്വം കൊടുത്തു. ആശയപരമായിട്ടുള്ള ഈ ചേരിതിരിവിനെ ചരിത്രകാരനായിട്ടുള്ള അൾനോഡ് ടൊയാൻബി ഇരുധ്രുവ ലോകം എന്നാണ് വിശേഷിപ്പിച്ചത്. അത് മാത്രമല്ല ശീതസമര കാലത്ത് എന്താണ് ചില സൈനിക സഖ്യങ്ങൾ ഉണ്ടായി. നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ എന്താണ് അമേരിക്കയും സഖ്യകക്ഷികളും തമ്മിൽ ഒപ്പുവെച്ചു. സൗത്ത് ഈസ്റ്റ് ഏഷ്യ ട്രീറ്റി ഓർഗനൈസേഷൻ അമേരിക്കയും സഖ്യകക്ഷികളും തമ്മിൽ എന്താണ് ഒപ്പുവെച്ച സൈനിക സഖ്യങ്ങളാണ്. പിന്നെന്താണ് സെൻട്രൽ ട്രീറ്റി ഓർഗനൈസേഷൻ അമേരിക്കയും സഖ്യകക്ഷികളും. വാൾസ ഉടമ്പടി സോവിയറ്റ് യൂണിയനും സഖ്യകക്ഷികളും തമ്മിൽ എന്താണ് ഒപ്പുവെച്ച ശീത സമരകാലത്ത് എന്താണ് ചില സൈനിക സഖ്യങ്ങളാണ്. നോക്കാം. അപ്പൊ രണ്ട് ചേരിയായിട്ട് ലോകം പിരിഞ്ഞു എന്ന് നമ്മൾ പറഞ്ഞു. സോഷ്യലിസ്റ്റ് ചേരി, പിന്നെ എന്താണ് മുതലാളിത്ത ചേരി. പക്ഷേ ഇതിൽ രണ്ടിലും പെടാത്ത കുറെ രാജ്യങ്ങളും ചെയ്തിരുന്നു, ഇതിൽ നിന്നൊക്കെ മാറി നിന്നിരുന്നു. അവരെയാണ് നമ്മൾ എന്തെന്ന് പറയുക ചേരി ചേരാ രാജ്യങ്ങൾ എന്ന് പറയുന്നത്. മുതലാളിത്ത ചേരിക്കും സോഷ്യലിസ്റ്റ് ചേരിക്കും ബദലായി ചേരി ചേരായ്മ എന്ന ആശയത്തിന് രൂപം നൽകിയ നേതാക്കന്മാരാണ് ഇന്ത്യയിലെ ജവഹർലാൽ നെഹ്റു, ഈജിപ്തിലെ ആരാണ് ഗമാൽ അബ്ദുൽ നാസർ, യുഗോസ്ലേവിയയുടെ മാർഷൽ ടിറ്റോ,
അഹമ്മദ് സുക്കർണോ, ഇന്തോനേഷ്യയുടെ അഹമ്മദ് സുക്കർണോ എന്നീ 4 നേതാക്കന്മാരാണ് ഈ ചേരിചേരാ നയം എന്ന് പറയുന്ന നയത്തിന് രൂപം നൽകിയത്. ആരെല്ലാമാണ്? ജവഹർലാൽ നെഹ്റു ഇന്ത്യ, ഗമാൽ അബ്ദുൽ നാസർ ഈജിപ്റ്റ്, മാർഷൽ ടിറ്റോ യുഗോസ്ലേവിയ, അഹമ്മദ് സുക്കാർണോ ഇന്തോനേഷ്യ. 2ാം ലോകമഹായുദ്ധാനന്തരം ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും ലാറ്റിൻ അമേരിക്കയിലെയും അനേകം രാജ്യങ്ങൾ എന്ത് ചെയ്തു? സ്വതന്ത്രമായി. ശീതസമരം സാമ്രാജ്യത്തിന്റെ മറ്റൊരു രൂപമാണെന്നും ലോക സമാധാനത്തിന് ഭീഷണിയാണെന്നും ഈ രാജ്യങ്ങൾ തിരിച്ചറിഞ്ഞു. മുതലാളിത്ത ചേരിയുടെയോ സോഷ്യലിസ്റ്റ് ചേരിയുടെയോ ഭാഗമാകാതെ നിലകൊണ്ട രാജ്യങ്ങളുടെ ഐക്യമാണെന്ന് പറയുന്നത് ചേരിചേരാ പ്രസ്ഥാനം എന്ന് പറയുന്നത്. വൻശക്തികളുടെ ആയുധ മത്സരവും സൈനിക സഖ്യങ്ങളും തങ്ങൾക്ക് ഭീഷണിയാകുമെന്ന് പുതിയായി സ്വതന്ത്രം നേടിയ രാജ്യങ്ങൾ തിരിച്ചറിഞ്ഞു. യുദ്ധവും സംഘർഷവും ഇല്ലാത്ത ലോകത്തിന് മാത്രമേ എന്താണ് സാമ്പത്തികമായും സാമൂഹികമായും മുന്നേറാൻ കഴിയൂ എന്ന് അവർ തിരിച്ചറിഞ്ഞു. അങ്ങനെ 1955 ഇന്തോനേഷ്യയിലെ ബന്ധുവിൽ ചേർന്ന സമ്മേളനത്തിൽ വെച്ചാണ് ചേരിചേരാ പ്രസ്ഥാനത്തിന് രൂപം നൽകാൻ തീരുമാനിച്ചത്. 1961 ബെൽഗ്രേഡിൽ വെച്ച് നടന്ന ചേരിചേരാ രാജ്യങ്ങളുടെ ആദ്യത്തെ സമ്മേളനം നടന്നു. ചേരിചേരാ ലോകരാജ്യങ്ങളിൽ നിന്ന് മാറി നിൽക്കലല്ല, മറിച്ച് എന്താണ് ലോകം അഭിമുഖീകരിക്കുന്ന പല പ്രശ്നങ്ങളുടെയും എന്താണ് സജീവമായിട്ടുള്ള ഇടപെടലാണെന്ന് ജവഹർലാൽ നെഹ്റുവിന്റെ നിരീക്ഷണമാണ്. അപ്പൊ അന്ന് 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം നടന്ന സംഭവ വികാസങ്ങളാണ് എന്ത് ചെയ്തത്? നമ്മള് ഈ ശീത സമരമായാലും ചേരിചേരായ്മ അല്ലെങ്കിൽ അത് പറയുന്ന സഖ്യങ്ങളുടെയൊക്കെ എന്ത് ചെയ്യുന്നത് രൂപീകരണത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിക്കുന്നത്. ഇനി നമുക്ക് എന്താണ് പശ്ചിമേഷ്യ, സോവിയറ്റ് യൂണിയന്റെ തകർച്ച, പുതിയ ആഗോളവൽക്കരണം, അങ്ങനെ കുറച്ച് ഭാഗങ്ങളാണ് എന്ത് ചെയ്യാനുള്ളത്, പഠിക്കുവാനായിട്ടുള്ളത്. അത് എന്ത് ചെയ്യാം, നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ എന്ത് ചെയ്യാം, ചർച്ച ചെയ്യാം. അപ്പൊ എന്ത് ചെയ്യാം, ഇതോടുകൂടി എന്താണ് ഈ ക്ലാസ് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. പഠന കാര്യങ്ങൾ എന്താണ് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.